ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പിക്ചർ കണ്ടാൽ എങ്ങനെയാണ് നമുക്ക് കയ്യിലേക്ക് മെഹന്തി അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് മണ്ടാല ആർട്ടാണ് കേട്ടോ. മണ്ടാല ആർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ ആ നടുവിലായിട്ട് കണ്ടില്ലേ, നടുവിലായിട്ട് ഒരു സോളും അതിൻ്റെ മുകളിലായിട്ട് ഹമ്പും അതിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസും പിന്നെ അതിനെ ഒന്ന് ഡാർക്കൻ ചെയ്തെടുത്തിരിക്കുന്ന രീതിയാണ് വന്നിട്ടുള്ളത് അല്ലേ. പിന്നെ ഈ സൈഡിലായിട്ട് വരുമ്പോൾ പിന്നെ ആ ഒരു ഡാർക്കൻ ചെയ്തതിൽ നിന്നും മുകളിലായിട്ട് ഒരു റൗണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഹംസും പിന്നെ വീണ്ടും സ്വാളും ഹംസും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 3 വൈൻസും ഡോട്ട്സും ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് വിരലുകളിലാണല്ലേ. വിരലുകളിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലൈൻസ് എവിടെയാണ് തുടങ്ങുന്നതെന്ന് നോക്കുക. നേരായിട്ടുള്ള ലൈൻസുകൾ എവിടെ നിന്നാണ് തുടങ്ങുക. അപ്പോൾ കണ്ടില്ല, ആ ഒരു മുകൾ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ഭാഗം മുതലാണ് നമ്മൾ വരച്ച് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ, നടുവിലുള്ള ഭാഗത്ത് തിക്ക് ലൈനും അതിൻ്റെ മുകളിലായിട്ട് കണ്ട് ചെറിയ തിൻ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് താഴെ ഉള്ളതിൽ ഹംസും മുകളിലുള്ളതിൽ ഒരു സുവാളും അതിൻ്റെ മുകളിൽ ഹംസും പിന്നെ പെറ്റലുകളാണ് വരുന്നത്, അല്ലെങ്കിൽ ഫ്ലവറാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും ഇനി താഴോട്ട് വരുമ്പോഴാണ് നോക്കേണ്ടത് കേട്ടോ. ആ വിരലിനെ തന്നെ നമ്മൾ താഴെ ഹംസ് ചെയ്തതിന് താഴെ നോക്കുമ്പോൾ ഇതുപോലെ കാണാമല്ലേ. പക്ഷെ അതിന് താഴെയായിട്ടൊരു ലൈൻസ് വന്നേക്കുന്നത് കണ്ടില്ലേ, അതാണ് ആദ്യം വരയ്ക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രിഡെല്ലാം വരച്ചതിന് ശേഷം ഹംസും പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് താഴെ വൈൻസും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഫിംഗറിൽ ചെയ്തെടുക്കുന്നത്. മണ്ടാല ആർട്ടാകുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു നടുവിലുള്ള ആ ഒരു ടൈപ്പിനനുസരിച്ചായിരിക്കും ഫിംഗറിൽ വരിക. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ആ ഫിംഗറിൽ വരുന്നത് തന്നെ എല്ലാം ഒരേ രീതിയിലാണ് കേട്ടോ, അല്ലേ. ഇനി നമ്മൾ കൈയുടെ താഴേക്ക് നോക്കാം. താഴെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഏതായിരിക്കും തുടങ്ങിയിരിക്കുക. ഇവിടെ നമുക്ക് ലൈൻസ് വെച്ച് തന്നെ തുടങ്ങാം. അവിടെ കണ്ടില്ലേ, ഒരു തിക്ക് ലൈൻ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് താഴെയായിട്ടൊക്കെ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഹംസ് വരുന്നുണ്ട് കണ്ടില്ലേ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇൻവേഴ്സ് വൈനും കൂടെ വരുന്നുണ്ട്. അത് തന്നെ ചരിച്ചാണ് വരച്ചിട്ടുള്ളത് അല്ലേ, നേരെ അതിൻ്റെ രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ഇട്ടിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും താഴെ വന്നാൽ നമ്മൾ ലൈൻസ് വരച്ചത് ഹംസ് വരച്ചിട്ട് നമ്മൾ മണ്ടാല ആർട്ടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ സോൾ വരച്ചിട്ട് ഹംസ് വരച്ച് ഡോട്ടിട്ട് 3 വൈൻസ് വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, കൈയുടെ നടുവ് ഭാഗത്ത് വരയ്ക്കുമ്പോൾ നടുവിൽ നിന്ന് തന്നെ തുടങ്ങുക. സൈഡുകളിലൊക്കെ വരയ്ക്കുമ്പോൾ നേരായ വരകൾ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ പിക്ചർ എന്താ എങ്ങനെയെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസൈൻ മേക്ക് ചെയ്താലോ. ഇപ്പോൾ ഈ ഡിസൈൻ ഞാൻ സ്വന്തമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച എല്ലാ എലമെൻസും വെച്ച് സ്വന്തമായിട്ട് ഒരു ഡിസൈൻ വേണം തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കൈയുടെ അടയാളം വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഹാൻഡിൽ നേരിട്ട് അപ്ലൈ ചെയ്തതിൻ്റെയോ ഫോട്ടോ വേണം ഗ്രൂപ്പിൽ വിടാൻ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഫ്ലവറിൻ്റെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പെറ്റലുകളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്, നടുവിൽ ഫില്ലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഫ്ലവർ ബഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ആദ്യം ഫ്ലവർ ബഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സൈഡുകളിലായിട്ടോ നടുവിലായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച ആ എല്ലാ എലമെൻസും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ലൈനുകൾ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ മണ്ടാല ആർട്ടിൻ്റെ സൈഡിലായിട്ടൊക്കെ കണ്ടില്ലേ, മുകളിലായിട്ട് വരുന്ന അവിടെ ചെയ്തതുപോലെ തന്നെ സുവൾ അതിൻ്റെ മുകളിലായിട്ട് ഹംസ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫ്രിൽസും ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രിൽസിന് കുറച്ച് വണ്ണമുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലീഫുകൾ വരച്ച് കൊടുക്കാം കേട്ടോ. ലീഫുകൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. 3 ഒരെണ്ണമോ 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരച്ച് കൊടുക്കാം ലീഫുകൾ. ലീഫുകൾ ഒരുപാട് ലീഫുകൾ പഠിച്ചല്ലോ. പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ലീഫാണ് നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ബേസിക് രൂപമായിട്ടുള്ള ലീഫാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഒരു പെറ്റലിൻ്റെ ആ ഒരു വിടവുകൾ പോലെ വരുന്ന ആ സ്ഥലത്തൊക്കെ ഈ ടിയർ ഡ്രോപ്സ് പിന്നെ ആ ഒരു പെറ്റലിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ബഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സൈഡുകളിലായിട്ടാണ് ഇതുപോലെ ഗ്രിഡുകൾ വരിക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതലായിട്ടും ഈ ഫ്ലവർ ബഞ്ചസൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു സൈഡുകളിലായിട്ടായിരിക്കും ഗ്രിഡ്സൊക്കെ വരിക. അല്ലെങ്കിൽ ഗ്രിഡ്സ് പ്രത്യേകമായിരിക്കും വരിക. അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടില്ലേ, വിരലുകളിലൊക്കെ കണ്ടില്ലേ, അതുപോലെയൊക്കെ ആയിരിക്കും ഗ്രിഡ്സ് വരിക കേട്ടോ. അപ്പോൾ എവിടെയാണ് എന്തെല്ലാം എലമെൻറ്റ്സുകൾ വരുന്നതെന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ആ ഒരു ഗ്രിഡ് വരയ്ക്കുമ്പോൾ ചെറുതായി വരയ്ക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ഇടക്കുറവായതുകൊണ്ട് വലുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻസ് വരച്ച് കൊടുത്തിട്ട് അതിലാണ് ഹംസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഹംസ് വരുന്ന രീതിയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചോളാം. ലൈൻസ് വരുന്നതും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൈസ്ലിയിൽ അതാണ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ല, ആ ഒരു വിരലിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്തെടുക്കുക. ഈ പൈസ്ലിയിലെ ആ ഒരു ഡിസൈൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം റൗണ്ട് വരയ്ക്കുക, ഇതിൻ്റെ മുകളിൽ ഒരു റൗണ്ട് വരയ്ക്കുക, ആ നടുവിലത്തെ ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ പൈസ്ലി വരച്ചപ്പോൾ ഒരു സോള് പോലെ അതിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി അവിടെ നിന്ന് കണ്ടില്ലേ, ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ടിയേഴ്സിൻ്റെ ഷേപ്പിലും ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടിയർ ഡ്രോപ്സ് പോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചിട്ട് നമ്മൾ ഫ്രിൽസ് വരച്ച് അതിൻ്റെ നടുവിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്ന രീതി, ഈ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഫ്ലവർ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫിംഗർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നടുവിൽ ചെയ്ത ആ ഒരു ഡിസൈൻ അനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. അതാണ് പൈസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിന് മുകളിലായിട്ട് 3 ടിയർ ഡ്രോപ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ആ സൈഡുകളിലായിട്ട് ഇതുപോലെ ചരിഞ്ഞ് വരുന്ന രീതിയിൽ ടിയർ ഡ്രോപ്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 ഡോട്ട്സ് അതിൻ്റെ ഇടയിലായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ആ പൈസിലിലെ താഴെ ഭാഗത്തും ഇതുപോലെ നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലവർ തന്നെ വീണ്ടും വരച്ച് അവിടെ ഒരു ആ ഭാഗം ഒന്ന് നികത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നടുവിരലിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു ഫ്ലവറുകൾ മാത്രം വരച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് പോവുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വരച്ച് പോവുക കേട്ടോ. മുകളിലെത്തുമ്പോൾ
എപ്പോഴും ഫ്ലവർ വരയ്ക്കേണ്ടത് നേരെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചരിഞ്ഞ് ആണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. മുകളിലെത്തുമ്പോൾ നേരെ വരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, പൂർത്തിയായി എന്നുള്ള ഒരു സൂചന കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, മുകളിൽ ചെയ്യുമ്പോൾ അത് നേരെയാണ് ചെയ്യുന്നത്, വീണ്ടും ചരിച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ നേരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു പൂർത്തീകരണ രീതിയിൽ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു സ്വർണം ഇതുപോലെ 3 ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നിന് ടിയർ ഡ്രോപ്സ് പോലെ ബാക്കി 2 ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അൺഫിനിഷിങ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് ഫ്ലവറുകളൊക്കെ കൊണ്ട് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ 3ാമത്തെ വിരലിലായിട്ട് നമ്മൾ വൈൻസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വേവി ആയിട്ടുള്ള വൈൻസുകൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് വൈൻസുകൾ പഠിച്ചല്ലേ, ആ ഒരു വൈൻസുകളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ആ ഒരു രീതികൾ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ലോട്ടസ് ആയാലും അങ്ങനെയുള്ള ആ ഫ്ലവറുകളും എല്ലാം ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഫ്ലവറുകളും വേറെ വൈൻസും എല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ നടുവിൽ ചെയ്തില്ല, ആ ഒരു ഫ്ലവർ ചെറുതായിട്ട് പകുതി മുറിച്ച് വെച്ചതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 4ാമത്തെ വിരലിൽ കണ്ടില്ലേ, നമ്മൾ ലൈൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ലൈൻസ് വെച്ചിട്ട് തുടങ്ങുന്ന ആ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ, ലൈൻസ് വെച്ചാണ് നമ്മൾ തുടങ്ങുക കേട്ടോ. അത് നേരായ വരകൾ നോക്കുക, നേരായ വരയാണോ എന്ന് നോക്കുക, എന്നിട്ട് അതുപോലെ വരയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ലീഫുകൾ വരച്ച് കൊടുത്തിട്ട് ആ ഒരു പെറ്റലുകളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനും ഉണ്ട് വിരലുകളിൽ, നല്ല കുറച്ചും കൂടെ നല്ല ഫാഷനായിട്ടുള്ള ഡിസൈനുകളും വരുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിരലുകളിലൊക്കെ ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇനി തള്ളവിരലിലായിട്ട് ചുവളും അതുപോലെ ഹംസും നമ്മളായിട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 2 ഫ്ലവർ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഉള്ള വൈൻസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് 5 ലീഫ് വരുന്നതാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെയില്ല, വലിയ ഡോട്ട്സിൽ നിന്ന് ചെറിയ ഡോട്ട്സിലേക്ക് വരുന്ന രീതി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴെ ഇതുപോലെ ലൈൻസുകൾ 4 ലൈൻസ് വരച്ചെടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഫില്ല് ചെയ്തെടുക്കുക, അതായത് 6 ലൈൻ ആക്കി എടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കയ്യിലെ ഒരു താഴ്ഭാഗം ഫില്ല് ചെയ്ത് എടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതുപോലെ ഫ്ലവറുകൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ സുകളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നടുവിലോട്ടായിട്ടാണ് വലുതായിട്ടാണ് ഫ്ലവർ ബഞ്ചസ് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രിഡൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ജുംക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചില്ലേ, അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. അത് വരുമ്പോൾ ഈ ഫ്ലവർ ബഞ്ചിൻ്റെയൊക്കെ താഴെയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മുഴുവനായിട്ട് ഇതുപോലെ സോള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനുകളെല്ലാം ഒന്ന് ഡാർക്കിങ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടേതായ രീതിയിൽ വരയ്ക്കണം. ഇത് കണ്ട് വരച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ സെൻഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ഫോട്ടോ ഞാനൊരു ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ, ഞാൻ ഗ്രൂപ്പിലിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളുടേതായ ഡിസൈൻ ചെയ്തിട്ട് അയച്ചു തരിക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും.